കിടക്കകളുടെ എണ്ണം നോക്കാതെ സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികളിൽ നഴ്സുമാർ ഉൾപ്പെടെ എല്ലാ ജീവനക്കാർക്കും 6-6-12 ഷിഫ്റ്റ് സമ്പ്രദായം നടപ്പാക്കണമെന്ന് സർക്കാർ ഉത്തരവ്. 100 കിടക്കകളുള്ള ആശുപത്രികളിൽ മാത്രമായിരുന്നു നിലവിൽ ഈ ഷിഫ്റ്റ് സമ്പ്രദായം. അധിക സമയം ജോലി ചെയ്താൽ ഓവർ ടൈം അലവൻസ് എല്ലാ സ്വകാര്യ ആശുപത്രി ജീവനക്കാർക്കും നൽകണമെന്നും ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. ഏഞ്ചൽ മാരിമാറ്റുമുണ്ട് വിവരങ്ങളുമായി. ഏഞ്ചൽ, നഴ്സുമാർ ഈ ആവശ്യവുമായി നേരത്തെ തന്നെ സർക്കാരിനെ സമീപിച്ചിരുന്നതാണ്, ഈ ശുപാർശകൾ നടപ്പാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്. ഇപ്പോൾ ഈ ഏകീകരിച്ച ഷിഫ്റ്റ് സമ്പ്രദായത്തിലേക്ക് എത്തുന്നത് ഏത് സാഹചര്യത്തിലാണ്? ശാലിനി, സംസ്ഥാനത്തെ സ്വകാര്യ മേഖലയിലെ നഴ്സുമാരുടെ തൊഴിൽ സമയം അടക്കമുള്ള ആവശ്യങ്ങളിൽ വലിയ സമരം നടന്നത് 2012-ലാണ്. 2012-ൽ ഈ തൊഴിൽ സമയം അടക്കം പഠിക്കുന്നതിന് വേണ്ടി ഒരു മുൻ ജോയിന്റ് ലേബർ കമ്മീഷണർ വീരകുമാർ അധ്യക്ഷനായ ഒരു കമ്മിറ്റിയെ സർക്കാർ നിയോഗിച്ചിരുന്നു. ഈ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നഴ്സുമാർക്ക് 6-6-12 പകൽ 6 മണിക്കൂർ വീതമുള്ള 2 ഷിഫ്റ്റുകൾ, രാത്രി 12 മണിക്കൂർ വീതമുള്ള 1 ഷിഫ്റ്റ് എന്നിങ്ങനെയുള്ള സമ്പ്രദായത്തിലേക്ക് കൊണ്ടുവന്നത്. പക്ഷേ ആ സമ്പ്രദായം നടപ്പാക്കിയത് 100 കിടക്കകളിലധികമുള്ള ആശുപത്രികളിൽ മാത്രമായിരുന്നു. 2021-ലാണ് 100 കിടക്കകളിലധികമുള്ള ആശുപത്രികളിൽ 6-6-12 എന്നീ ഷിഫ്റ്റ് നടപ്പാക്കിക്കൊണ്ട് സർക്കാർ ഉത്തരവിറങ്ങുന്നത്. പിന്നീട് നഴ്സുമാരുടെ സംഘടന ഇത് 50-ൽ താഴെ കിടക്കകൾ 50 കിടക്കകളുള്ള ആശുപത്രികൾക്കടക്കം ഇത് ബാധകമാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ലേബർ കമ്മീഷണറെ സമീപിക്കുകയായിരുന്നു. ആശുപത്രി ഉടമകളും വ്യവസായികളും അടക്കമുള്ളവരുമായി ചർച്ച ചെയ്തതിന് ശേഷമാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ സർക്കാർ എത്തിയിരിക്കുന്നത്. സർക്കാർ ഉത്തരവ് പ്രകാരം സംസ്ഥാനത്തെ എല്ലാ സ്വകാര്യ ആശുപത്രികളിലും നഴ്സുമാർ ഉൾപ്പെടെയുള്ള എല്ലാ ആശുപത്രി ജീവനക്കാർക്കും പകൽ 6 മണിക്കൂർ വീതമുള്ള 2 ഷിഫ്റ്റും അതോടൊപ്പം തന്നെ രാത്രി 12 മണിക്കൂർ വീതമുള്ള 1 ഷിഫ്റ്റുമാക്കി തീരുമാനിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. ഇനി സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിലും അതോടൊപ്പം തന്നെ സ്വകാര്യ ആശുപത്രികളിലും ഒരേ ഷിഫ്റ്റ് സമ്പ്രദായമായിരിക്കും നഴ്സുമാർക്കുണ്ടാവുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 208 മണിക്കൂർ മാസത്തിൽ അവധി നൽകണമെന്നുള്ള നിർദ്ദേശവുമുണ്ട്. ഇത് അധികമായി കഴിഞ്ഞാൽ, ഈ അവധി അധികരിച്ച ഓവർ ടൈം പണിയെടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അതിനുള്ള അലവൻസും നൽകേണ്ടതുണ്ട് എന്ന് ഈ ഉത്തരവിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. വലിയ ആശ്വാസകരമായ തീരുമാനം തന്നെയാണ്. പ്രത്യേകിച്ച് സംസ്ഥാനത്തെ സ്വകാര്യ മേഖലകളിൽ 8 മണിക്കൂർ വീതമുള്ള ഷിഫ്റ്റിൽ അതിൽ കൂടുതലൊക്കെ പണിയെടുക്കുന്ന സാഹചര്യം, നഴ്സുമാരുടെ സാഹചര്യമൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. എന്തായാലും ആ നഴ്സുമാർക്കൊക്കെ തന്നെ വലിയ ആശ്വാസകരമായ ഉത്തരവാണ് ഇപ്പോൾ സർക്കാർ ഇറക്കിയിരിക്കുന്നത്. സംസ്ഥാനത്തെ എല്ലാ ആശുപത്രികളിലും ഇനി നഴ്സുമാരുടെയും അതോടൊപ്പം തന്നെ ജീവനക്കാരുടെയും ഷിഫ്റ്റ് ഇനി 6-6-12 എന്നിങ്ങനെയായിരിക്കും. ഏഞ്ചൽ പറഞ്ഞ പോലെ തന്നെ 100 കിടക്കയിൽ കുറവുള്ള സ്വകാര്യ ആശുപത്രികളിലൊക്കെ ഈ 8 മണിക്കൂർ ഷിഫ്റ്റ് എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. പേപ്പറിൽ അങ്ങനെയൊക്കെ ആണെങ്കിലും അതൊന്നുമല്ല എന്നുള്ളത് പലവട്ടം നഴ്സുമാർ തന്നെ പരാതിയായി പറയുന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്, അധികൃതരെ സമീപിച്ചിട്ടുള്ളതാണ്. എന്തായാലും ഇപ്പോൾ അവർക്കൊരു ആശ്വാസപരമായ തീരുമാനം ഉണ്ടായിരിക്കുന്നു എന്നുള്ളത്